ഹലോ 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 ഒരു അറിയിപ്പുണ്ട്. വെടിമരുന്ന് പുരയുടെ അടുത്തു നിന്ന് പുകവലിക്കുന്ന ചേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. മരണശേഷം ഒരു പെട്ടിക്കകത്ത് കൈയും കാലും ഉടലുമായി ഒരുമിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കുറച്ച് മാറി നിന്ന് പുകയ്ക്കുക. ഓർക്കുക, പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ വർഷത്തെ കടമറ്റത്ത് പള്ളി പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തിയ പ്ലാംപനാൽ ജ്വല്ലറി ആന്റണി അച്ചായന് വികാരി അച്ഛന്റെയും ഇടവാങ്ങളുടെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത ഒരു പ്രോഗ്രാമോടുകൂടി ഈ വർഷത്തെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ അവസാനിക്കുന്നു. ഒരു തട്ടുതകർപ്പൻ കലാവിരുന്നുമായി നിങ്ങളുടെ മുമ്പിൽ അണിചേരുന്നു മിഷൻ ലീഗിന്റെ പൊന്നോമനകൾ. തെന്നി തെന്നി പാറിപ്പോകാനായി ഈ പൂനിലാവും വെയിലും മഞ്ഞും മന്ദിച്ചൊപ്പും പൂവും കുന്നും കാണുവാനായി ഒന്നിച്ചോടാൻ വാ. ഓ നേരം പോവണ കണ്ട, ഓ കാലം വായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ ജീവിതത്തെ ചുംബിച്ചിടാലോ. రాజమండ్రి రాగమంజరి మాయమ్మ పేరు తలవనోళ్ళు లేరు మేస్తిరి. కళాకారుల ఫ్యామిలీ మరి నే గజ్జ కడితే నిద్రపోదు నిండు రాత్రి. కుర్చీని మార్తా పెట్టి ഹലോ ഹലോ അച്ഛാ, ഇത് എവിടെയാ? ഹലോ, കേക്കാവോ? ഇവിടെ മൊത്തം പെരുന്നാളിന്റെ ബഹളമാണടി. അച്ഛായൻ ഇതുവരെ അവിടെ തിരിച്ചില്ലേ? മോളുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം മറന്നോ? ഇല്ലടി, മറന്നിട്ടില്ല. ദേ ഞാൻ അങ്ങ് വരുവാ. നമ്മുടെ കൊച്ചുപള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ അങ്ങോട്ടാ. എന്റെ ഈശോയെ, ഇത്തവണത്തെ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഗംഭീരമായി എന്നാണ് എല്ലാരും പറഞ്ഞത്. കരിമരുന്നും ഇലിമിനേഷനും നേർച്ചയും ഒന്നും ഒട്ടും കുറച്ചില്ല. കർത്താവേ, ഈ ജീവിതത്തിൽ നീ എനിക്ക് എല്ലാ സമ്പത്തും സുഖസൗകര്യങ്ങളും തന്നു. അതിന് ഞാൻ എന്നും നന്ദിയുള്ളവനാണ്. മരണശേഷം എനിക്കും എൻ്റെ കുടുംബത്തിനും സ്വർഗരാജ്യം കൂടി തരണേ.
മോളി മോളി എന്താ ചായ? എടി പെണ്ണെ, നീ ഇവിടെ എന്നാ കണ്ടോണ്ട് നിക്കുവാ? അടുക്കള പോയി പാത്രം കഴുകടി. നമ്മുടെ മോളും കൂട്ടുകാരും കൂടി ബർത്ത്ഡേ അങ്ങ് അടിച്ചു പൊളിക്കുവല്ലേ? അയ്യേ, 20 വയസ്സുള്ള ഒരു മോളുള്ള വിചാരം ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക്? ആ വേലക്കാരി പെണ്ണുമായാലും നിങ്ങളുടെ ചുറ്റിക്കളി ഞാൻ കാണുന്നുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ പേര് തന്നെയുള്ള വേലക്കാരിയെ ഈ വീട്ടിൽ നിർത്തണ്ടെന്ന്. അതിപ്പം നിന്റെ അപ്പം നിനക്ക് വേലക്കാരുടെ പേരിട്ടതിന് ഞാൻ എന്നാ ചെയ്യാനാ? അയ്യോ, എന്റെ കെട്ടിയും പഴിച്ചു പോയേ. എനിക്കിനി ആരുമില്ലേ. ഈ മനുഷ്യൻ എന്നെ ചതിച്ചു. അയ്യോ എന്റെ മോളി, അച്ചായനെ വിളിച്ചോ? അയ്യോ എന്റെ വിധി, അവളുടെ ഒരു അച്ചായൻ. നിന്നെ ആരും ഇങ്ങോട്ട് വിളിച്ചില്ല. നീ മാറ്റുന്നേടി പെണ്ണെ. ഈ സമയത്ത് ഇതാരാണോ? എന്റെ നിലവിളി കേട്ട് ദൈവം തമ്പുരാൻ വന്നതായിരിക്കും. ഓ, ഒന്ന് നിർത്തു, ഞാനൊന്ന് പോയി നോക്കട്ടെ. നമസ്കാരം ആന്റണി മുതലാളി. നമസ്കാരം. ആരാ? മനസ്സിലായില്ലല്ലോ. ഞാൻ ലാസർ. പള്ളിന്ന് അച്ഛൻ പറഞ്ഞിട്ട് വന്നതാ. ആ, അച്ഛൻ പറഞ്ഞായിരുന്നു. എന്നാ പ്രശ്നം ലാസറേ? ഞാനൊരു ഹൃദ്രോഗിയാണ് മുതലാളി. ഭാര്യയും 2 കൊച്ചു പിള്ളേരുമായിട്ട് ആ റെയിൽവേ കോളനിയിലാണ് താമസം. റോഡ് പണിയായിരുന്നു എനിക്ക്. പക്ഷെ ഇനി ആ പണിക്കൊന്നും പോകണ്ടെന്നാ ഡോക്ടർമാർ പറയണേ. 2 ആഴ്ചയ്ക്കുള്ളിൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ എൻ്റെ ജീവൻ അപകടത്തിലാകും. ഓപ്പറേഷന് മൊത്തം 3 ലക്ഷം രൂപ ചെലവുണ്ട്. പള്ളിയും പല നല്ല മനുഷ്യരും സഹായിച്ചു. ഒരു 50,000 രൂപ കൂടി ഇല്ലേൽ ഓപ്പറേഷൻ നടക്കില്ല. ബുദ്ധിമുട്ടില്ലേൽ മുതലാളിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? 50,000 അല്ലേ? ലാസർ വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. ഒരു നല്ല കാര്യത്തിനല്ലേ. ഇനി ഇതിനായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഞാൻ ലാസറിൻ്റെ വീട്ടിൽ പണം എത്തിച്ചോളാം. നിങ്ങൾ സമാധാനമായി പൊയ്ക്കോളൂ. ഞാൻ ഏറ്റെന്നേ. ഒത്തിരി നന്ദിയുണ്ട് മുതലാളി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ദൈവം മുതലാളിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഇന്നൊരടക്കുണ്ടെന്ന് തോന്നുന്നല്ലോടാ. ആരാടാ സണ്ണി മരിച്ചേ? അച്ചായൻ അറിയാവുന്ന അറിയില്ല. ലാസർ എന്നാണ് പേര്. വലിയ പ്രായമൊന്നുമില്ല. ഒരു 35 വയസ്സ് കഷ്ടിച്ച് കാണും. അവന് ഹാർട്ടിലൊരു കംപ്ലൈൻറ്റ്. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് ഡോക്ടർ പ്രത്യേകിച്ചും പറഞ്ഞാണ്. അത് സമയത്തിന് നടന്നില്ല. ഇന്നലെ രാത്രി ആള് പോയി. അയ്യോ, അവൻ മരിച്ചോ? അവന് കാശെത്തിക്കാന്ന് പറഞ്ഞതാണല്ലോ, ഞാൻ മറന്നുപോയടാ. എന്താ അച്ചായൻ അവനെ അറിയാന്നോ? അവനെന്നെ കാണാൻ വന്നിരുന്നു സിമിമോളുടെ ബർത്ത്ഡേയുടെ അന്ന്. ഓപ്പറേഷന് സഹായം ചോദിച്ചാ വന്നേ. ഞാനവന് പൈസ സമയത്ത് എത്തിച്ചു കൊടുക്കാമെന്നും ഏറ്റതാ. പക്ഷേ ഈ തിരക്കിനിടയിൽ ഞാനങ്ങ് വിട്ടുപോയടാ. അതെല്ലാം വിട്ടുകളയ അച്ചായ. അവന് അത്ര ആയുസുള്ളൊന്നും വിചാരിച്ചാ മതി. വല്ലാത്തൊരു ക്ഷീണം സണ്ണി. ഞാനൊന്ന് മയങ്ങട്ടെ. ആരെയും വന്നാ നീ നോക്കിക്കോണേ. ശരി അച്ചായ, അത് ഞാൻ ഏറ്റ്. അയ്യോ അച്ചായോ, എന്റെ അച്ചായൻ വീണോ? അച്ചായോ, അയ്യോ സ്റ്റാർട്ട് പോകുന്നില്ലല്ലോ. അയ്യോ അനക്കമില്ലല്ലോ. എന്റെ അച്ചായനെന്ത് പറ്റി? അയ്യോ ആരെങ്കിലും ഓടി വായോ. ജോണിക്കുട്ടിയെ, ജോണിക്കുട്ടിയെ, ആംബുലൻസ് വിടുക. ഹലോ, എടാ കുടിച്ചാത്താ, വരുന്നതിനാ പോവേ? ഞാൻ വന്നിട്ട് കുപ്പി പൊട്ടിക്കാവുള്ളൂ. ഞാൻ ഉടനെ എത്തും. ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞായിരുന്നു, പക്ഷെ ഒരു ലാസ്റ്റ് റൈഡ് കൂടെ കയറി വന്നു. ഞാൻ ഉടനെ എത്തും. അപ്പൊ ശരി, കാണാം. ഹലോ ബോസ്. ഹലോ, എന്നാ നമുക്ക് പോയാലോ? എങ്ങോട്ട്? താൻ ആരാ? ഞാൻ കെ അലൻ. ആര്? കേളനോ? അയ്യോ കേളനല്ല, കാലൻ. നിങ്ങളുടെ ഈ ഭൂമിയിലെ സമയം കഴിഞ്ഞു മിസ്റ്റർ. അയ്യോ, ഞാൻ മരിച്ചോ? യെസ് സിലി ബോയ്, ഇതുവരെ ഇത് മനസ്സിലായില്ലേ? ദാ കിടക്കുന്നത് ഞങ്ങളുടെ ഡെഡ് ബോഡി. പറ്റില്ല, ഞാൻ നിങ്ങളോട് വരില്ല. വന്നേ പറ്റൂ, വേറെ വഴിയില്ല. അയ്യോ, എന്നാലും ഞാൻ ഇത്ര ചെറുപ്രായത്തില് മരിച്ചു പോയല്ലോ. Parts of me I cannot hide.
I've tried and tried a million times. Cross my heart and hope to die. Welcome to my dark side. Step into the habit, look around the scene, even the half of it. I'm walking the line between panic and losing my mind, embracing the madness. My devils, they whisper in my ear, deafening me with all my fears. I'm living in a nightmare. Parts of me I cannot hide. I've tried and tried a million times. Cross my heart and hope to die. Welcome to my dark side. I got this feeling inside my bones. It goes electric wavy when I turn it on. Off from my city, off from my home. We're flying up, no ceiling when we in our zone. I got that sunshine in my pocket, got that good soul in my feet. I feel that hot blood in my body when it drops. Ooh, I can't take my eyes off of it, moving so phenomenally. You're more like the way we rock it, so don't stop. And under the lights, when everything goes, nowhere to hide when I'm getting you close. When we move, well, you already know. So just imagine. Nothing I can see but you when you dance, dance, dance. Feel good, good creeping up on you. So just dance, dance, dance. Come on. All those things I shouldn't do, but you dance, dance, dance. And ain't nobody leaving soon, so keep dancing. I can't stop the feeling. So just dance, dance, dance. So just dance, dance, dance. Come on. നിന്റെ പേര് സുശീലൻ അല്ലടാ? അതെ അതെ ഏട്ടാ, ഞാൻ സുശീലൻ. എന്നിട്ടാണോടാ നീ ഒരു കല്യാണ സദ്യക്ക് പാൽപായസത്തിനകത്ത് വിം കലക്കിയത്? അതോ, അത് ഞാൻ പറയാം. ഞാൻ സ്നേഹിച്ച പെണ്ണ്, അവൾ എന്നെയും തേച്ച് വേറെ ഒരു അലവലാദീനെയും കല്യാണം കഴിച്ച് അതെനിക്ക് സഹിച്ചില്ല. ഒരു പെണ്ണ് തേച്ചതിന് നീ നാട്ടുകാർക്ക് മുഴുവൻ വയറിളക്കം ഉണ്ടാക്കി കൊടുക്കും അല്ലടാ സാമദ്രോഹി. അയ്യോ! ഈ ദുശീലനെ നരകത്തിലെ കേറ്ററിംഗ് കമ്പനിയിൽ പാത്രം കഴുകാൻ നിർത്തിയത് അവന്റെ വിമ്മിഷ്ടം അങ്ങ് മാറട്ടെ. ഹലോ സർ, നമസ്കാരം. ഞാൻ ആന്റണി. ഞാനിവിടെ ആദ്യമായിട്ടാണ്. എനിക്ക് സാറിനെ അങ്ങോട്ട് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലെന്ന് ആരടായി മണ്ടൻ? പറഞ്ഞു തരാം മനസ്സിലാക്കാൻ. ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ജോബി, പാതാളം ജോബി. ജോബി എന്ന് പറഞ്ഞാൽ പണി കിട്ടിയവനെന്നല്ല, പണി കൊടുക്കുന്നവൻ. ഞാൻ തീരുമാനിക്കും ആര് സ്വർഗത്തിൽ പോകും, ആര് നരകത്തിൽ പോകും. സത്യം പറയടാ, നീയല്ലേ ഈ കഞ്ചാവ് കടത്തുകാരൻ റാണി ലോണപ്പൻ? അയ്യോ, ഞാൻ ആന്റണിയാണേ. ഒരു പാവം സ്വർണ്ണക്കടക്കാരനായിരുന്നേ. ഞാൻ കഞ്ചാവ് കണ്ടിട്ട് പോലുമില്ല. ജോബി സാർ, ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ദൈവകൽപ്പനകൾ മുഴുവൻ പാലിച്ചു. എന്നും പള്ളിയിൽ പോകുമായിരുന്നു. പള്ളി പെരുന്നാളും നടത്തിയിട്ടുണ്ട്. എന്നെ സ്വർഗത്തിലേക്ക് ഒന്ന് കടത്തിവിടണം. എവന്റെ ഫയലിംഗ് എടുത്തേ. കുറച്ച് കുഴപ്പമാണല്ലോ ആന്റണി. അയ്യോ, എന്നതാ അതിൽ എഴുതിയിരിക്കുന്നത്? കൊലപാതക കുറ്റം. അയ്യോ, അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞാൻ കൊന്നിട്ടില്ല. പിന്നെ ലാസറോ, നീ അയാളെ സമയത്ത് സഹായിച്ചിരുന്നെങ്കിൽ ആ പാവം മരിക്കയില്ലായിരുന്നു. അവന്റെ ഭാര്യയും മക്കളും അനാഥരാകില്ലായിരുന്നു. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല.
ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവനെ നരകത്തിലെ ആ ജ്യൂസ് കടയിലേക്ക് അപ്പോയിന്റ് ചെയ്തേക്ക്. അയ്യോ, എനിക്ക് ജ്യൂസ് അടിക്കാൻ അറിയാൻ മേലേ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒരു സ്വർണ്ണക്കടയിൽ നിർത്തണേ പ്ലീസ്. എന്റെ ജ്യൂസ് കൊള്ളത്തില്ലേ. ജ്യൂസ് ഷോപ്പ് എന്നും പറഞ്ഞ് ഇവിടെ ഫ്രൂട്ട്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഒരു വല്ലാത്ത നാറ്റവും വരുന്നുണ്ടല്ലോ. ചേട്ടോ ചേട്ടോ, ഷെയ്ക്ക് ഉണ്ടോ? കാണും. ബദാം മതിയോ? വേണ്ട, റെഗുലർ, നല്ല ചിൽഡായിട്ട്. അയ്യോ മോനെ, ഞാനിവിടെ പുതിയതാ. റെഗുലർ എന്ന് വെച്ചാ ഓ നെഗറ്റീവ്, ഓ നെഗറ്റീവേ. നമ്മുടെ നീലി ചേച്ചിക്ക് വേണ്ടിയാ. പിന്നെ എനിക്കൊരു കട്ടച്ചോറ സർബത്തും. എന്റെ ദൈവമേ, ഇവിടെ മുഴുവനും പ്രേതവും പിശാചും ആണല്ലോ. എനിക്കിവിടെ ജോലി ചെയ്യാൻ സൗകര്യമില്ല. തന്നെ കൊണ്ടാക്കി കുടിച്ചോടാ രക്തദാഹികളെ, വൃത്തികെട്ടവനെ. എന്തോ ഒരു ദുരിതം. എനിക്ക് മടുത്തു. ഞാൻ ഇതിനും മാത്രം അനുഭവിക്കാൻ എന്ത് അപരാധം ചെയ്തു? ദൈവമേ, ദൈവമേ. ഇത് ലാസറല്ലേ? ലാസറേ, ലാസറേ. ഇതാരേ? മുതലാളിയോ? നീ സ്വർഗത്തിലാണോ? നീ എങ്ങനെ പർദീസയിലെത്തി? ഞാൻ മരിച്ച ഉടനെ മാലാകമാർ വന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ആ കാലനും ഗേറ്റും ഒന്നും നീ കണ്ടുപോലുമില്ലേ? ഭാഗ്യവാൻ. മാലാകമാരെന്നെ അബ്രഹാം പിതാവിന്റെ അടുത്തെത്തിച്ചു. ആര്? അബ്രാഹിം ഖുറേഷിയോ? അയ്യോ, ഖുറേഷിയൊന്നുമല്ല, നമ്മുടെ പിതാവായ അബ്രഹാം. പിതാവായ അബ്രാമേ, ഹലോ, കേക്കാവോ? എന്റെ മേൽ കരുണ കാണിക്കണേ. ഞാൻ ഈ ലാസറിനെ അറിഞ്ഞോണ്ട് ദ്രോഹിച്ചതല്ല, തിരക്കിനിടയിൽ വിട്ടുപോയതാ. എന്നെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോണേ. ജീവിച്ചിരുന്നപ്പോൾ എന്നും പള്ളിയിൽ പോയി ധ്യാനങ്ങൾ കൂടി, ഉപവസിച്ചു, നോമ്പും നോക്കി, പള്ളിപ്പെരുന്നാളും നടത്തി. എന്നിട്ടും എനിക്ക് നരകമാണല്ലോ അവസാനം കിട്ടിയത്. ആന്റണി, നിനക്ക് ജീവിതത്തിൽ നിന്റെ ദൈവം എല്ലാം തന്നു. നീ നിന്റെ ജീവിതത്തിരക്കുകളുടെ ഇടയിൽ ചുറ്റിനുമുള്ള പാവങ്ങളെ കണ്ടില്ല. അഥവാ നീ നിന്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനായി പോയി. പാവപ്പെട്ടവന്റെ സമയത്തിനോ ജീവിതത്തിനോ നീ ഒരു വിലയും കൊടുത്തില്ല. തെറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ ആന്റണി, നന്മ ചെയ്യാൻ കൂടി സമയം കണ്ടെത്തണം. എന്നാൽ ലാസറിന് ദൈവം ഒന്നും കൊടുത്തില്ല. എന്നും ദാരിദ്ര്യവും ദുഃഖവുമായിരുന്നു അവൻ. പക്ഷേ അവന്റെ കഷ്ടതയിൽ അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല. അവന്റെ ദൈവം അവനെ കൈവിടില്ല എന്ന ഉറച്ച പ്രത്യാശയിൽ ജീവിച്ചു മരിച്ചു. അങ്ങനെ ലാസർ സ്വർഗം നേടി. അയ്യോ അയ്യോ, എന്നാൽ എന്റെ ഒരു സ്വപ്നം കണ്ടതാ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുമെന്ന്. എന്റെ വിധി ഇതാണല്ലോ. എന്റെ കാര്യം പോട്ടെ, എന്റെ സഹോദരന്മാർ, എന്റെ ജിമ്മിയും ബെന്നിയും ജോണിയും, അവന്മാരിപ്പോൾ എന്ത് ചെയ്യുവാണോ ആവോ? ഇനി കണ്ടോ കളിയുടെ അടിയുടെ ഇടിയുടെ വെടിപൂരം. സൂര്യനും ചന്ദ്രനും മകവനും കാലം കാത്ത് വച്ച രക്ഷകനെ സുഭാവകനും அடிச்சா தாங்க மாட்டேன், 4 மாசம் தூங்க மாட்டேன், மோதி பாரு வீட்டு போய் சேர மாட்டேன். நான் புடிச்சா குடும்ப குட்டி, நான் சிரிச்சா வாழவட்டி, நான் பாடும் பாட்டுக்கு தோல் பெறை நீ.
എനിക്ക് എന്റെ സഹോദരന്മാരെങ്കിലും രക്ഷിക്കണം. അവന്മാർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലല്ലോ. എബ്രാഹിം പിതാവേ, ഈ ലാസറിനെ അവന്മാരുടെ അടുത്തേക്ക് അയക്കണേ. ലാസർ ചെന്ന് പറഞ്ഞാൽ അവന്മാരെങ്കിലും രക്ഷപ്പെടും. ലാസറിന് അവിടേക്ക് പോവാൻ പറ്റില്ല. നിന്റെ സഹോദരന്മാർക്ക് പള്ളിയും അച്ഛന്മാരും സിസ്റ്റേഴ്സും പിന്നെ ഏറ്റവും ഉപരിയായി ദൈവവചനവും ഉണ്ടല്ലോ. അത് മതി. അതൊന്നും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാത്തവർക്ക് മരിച്ചവരിൽ നിന്നൊരാൾ ചെന്ന് പറഞ്ഞാലും മനസ്സിലാകില്ല. ദൈവമേ, ദൈവമേ, എന്റെ കണക്കൂട്ടലുകൾ മൊത്തം തെറ്റിയല്ലോ. എന്റെ അന്ത്യം ഇങ്ങനെയായി തീർന്നല്ലോ. ഈ നരകത്തിൽ നിന്നും എനിക്ക് മോചനം തരണേ. എന്റെ മേൽ കരുണ